ജാൻമണിയെക്കുറിച്ച് പ്രതികരിക്കാൻ ആ വീട്ടിൽ ധൈര്യം കാണിച്ച ഒരൊറ്റ വ്യക്തി ശ്രീരേഖ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും ജാൻമണിയെ പേടിയാണ് എന്ന് തോന്നുന്നു. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ജാൻമണി എല്ലാവരെയും പ്രാഗിക്കൊണ്ടിരിക്കും. എത്രമാത്രമാണ് ജാൻമണി ഓരോരുത്തരെയും പ്രാഗിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. നോറയൊക്കെ ജാൻമണി പ്രാഗിയതിന് കണക്കില്ല. ആ കുട്ടിക്ക് ഇനി മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോവും. ആ കുട്ടി ഒരിക്കലും എല്ലാ കാലവും കരഞ്ഞിരിക്കുന്നൊരവസ്ഥ വരും എന്നൊക്കെ ജാൻമണി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരെ ക്ലാസ്സുകളായി തിരിച്ച് കാണുന്നൊരു വ്യക്തിയാണ് ജാൻമണി. അതായത് ഞാൻ വലിയൊരാൾ, എൻ്റെ താഴെയാണ് ബാക്കിയുള്ളവർ എന്ന രീതിയിലൊക്കെ പറയുന്നു. അത് ഇന്നത്തെ എപ്പിസോഡ് തന്നെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനെതിരെ പ്രതികരിച്ച അല്ലെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്ത ആ വീട്ടിൽ ഒരേ ഒരു വ്യക്തി ശ്രീരേഖ മാത്രമാണ്. അതിനുള്ള ധൈര്യം അവിടെ കാണിച്ചത് ശ്രീരേഖ മാത്രമാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ജാൻമണിയുടെ ഈ റൗഡിത്തരമൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. ഇത് മലയാളി പ്രേക്ഷകർ വെച്ച് പൊറുപ്പിക്കുന്ന ഒരു കാര്യവുമല്ല. അത് നടക്കുന്ന കാര്യവുമല്ല. അതെടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. അവരുടെ ഇമേജ് തന്നെയാണ് ഇവിടെ കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെയാണ് നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നത്.